ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 12-ാം വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടുന്ന വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? 10 കന്യകമാരാ സ്വീകരിക്കാനായിട്ട് തയ്യാറായി ഒരുങ്ങി വന്നത്. പക്ഷേ അതിൽ 5 പേർ തിരസ്കരിക്കപ്പെട്ടു. അവർ പിന്നീട് വന്ന് വാതിൽക്കൽ മുട്ടി ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടിയാണ്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ തിരസ്കരണം, ദൈവം എന്നെ തിരസ്കരിക്കുമോ എന്ന് ചിന്തിക്കാനായിട്ട് പറ്റണം. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവൃത്തികൾ കാണുമ്പോൾ എൻ്റെ ദൈവം എന്നെ തിരസ്കരിക്കും. നന്മ ചെയ്യാതെ അശ്രദ്ധയോടുകൂടി ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചാല് എൻ്റെ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തപ്പെടും. ആ തിരസ്കരണം എന്ന് പറയുന്നത് വലിയ വില കൊടുക്കേണ്ട ഒന്നാണ് കേട്ടോ. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധയോടുകൂടി, വിശുദ്ധിയോടുകൂടി, ജാഗ്രതയോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും. ഈ ജാഗ്രത നഷ്ടപ്പെട്ടാല്, ഈ ശ്രദ്ധ കുറഞ്ഞു പോയാല്, ഞാൻ അറിയാതെ പാപത്തിനടിമപ്പെടുകയും ഈ ലോകമോഹങ്ങളോട് പിന്നാലെ ഓടുകയും ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടി ജീവിത അവസാനം വരെയുള്ള സന്തോഷം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ അല്ലെ? ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതും ഇത് തന്നെയല്ലേ? ഭൗതികമായ കുറച്ച് സമയത്തെ സന്തോഷത്തിന് വേണ്ടി ഈ ലോക ജീവിതത്തിനപ്പുറമുള്ള സന്തോഷം ഉപേക്ഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട വ്യക്തികളായിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അന്ത്യവിധി നാളില് അവന്റെ ഒപ്പം ഇരുന്ന് വിരുന്ന് ആസ്വദിക്കുക എന്നുള്ളതാ. പക്ഷേ എൻ്റെ ഈ ലോക ജീവിതത്തിലെ പ്രവൃത്തികൾ കാണുമ്പോൾ എൻ്റെ ദൈവം ഒരുപക്ഷെ എന്നെ ഉപേക്ഷിച്ചേക്കാം, ഒരുപക്ഷെ എന്നെ തിരസ്കരിച്ചേക്കാം. സ്നേഹമുള്ളവർ, അതുകൊണ്ട് അനുദിനം ചിന്തിക്കണം, ആത്മശോധന ചെയ്യണം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഈ പ്രവൃത്തികള്, എൻ്റെ ഈ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കുമോ അതോ തിരസ്കരിക്കുമോ എന്ന്. ദൈവം തിരസ്കരിക്കുന്ന രീതിയിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ, പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകമോഹങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, സ്നേഹമുള്ളവരെ, ആ ഓട്ടം നിർത്തുവാനായിട്ട് പാപത്തിൽ നിന്ന് അകന്ന് ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട്, എപ്പോഴും ഒരുക്കത്തോടുകൂടി അവനെ സ്വീകരിക്കാനായിട്ട്, അങ്ങനെ അവന്റെ ഒപ്പം ഇരുന്നുകൊണ്ട് വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.